ഗൃഹനാഥന്റെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് സഹോദരങ്ങൾ രംഗത്ത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ അന്വേഷണം വേണമെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കല്ലാർകുട്ടി മാങ്കടവ് ഭാഗത്ത് തെക്കഞ്ചേരിക്കുന്നിൽ എബ്രഹാം ജോസഫ് എന്ന ഗൃഹനാഥന്റെ മരണമാണ് വിവാദമായിട്ടുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 9:30 കല്ലാർകുട്ടി മാങ്കടവ് റോഡ് സൈഡിൽ മരിച്ച നിലയിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം പരിശോധിച്ചതിൽ സംശയം തോന്നിയ ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം സംസ്കരിച്ചു. സ്വാഭാവിക മരണമാണെന്ന് വെള്ളത്തൂവൽ പോലീസ് പറഞ്ഞതായാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ കൈയൊടിഞ്ഞിരുന്നതും തലയുടെ പിൻഭാഗത്ത് മുറിവുണ്ടായിരുന്നതുമായി കണ്ടെത്തിയിരുന്നു. കൂടാതെ ജനേന്ദ്രിയത്തിന് ക്ഷതമുള്ളതായും ശരീരത്ത് പല ഭാഗത്തും മുറിവുകൾ ഉണ്ടായിരുന്നെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. മൃതദേഹം കിടന്ന സ്ഥലത്തെ ഒരു പുൽച്ചെടിക്ക് പോലും സ്ഥാനചലനമോ മറ്റടയാളങ്ങളോ രക്തക്കറിയോ ഒന്നും കാണാനില്ലാതിരുന്നതും സംശയം ജനിപ്പിക്കുന്നതാണ്. ആശുപത്രിയിലെത്തിച്ച് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുമ്പോൾ മൃതദേഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്തമൊഴുകിയതും ദുരൂഹതയേറുന്നതായും മറ്റെവിടെയോ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം അവിടെ കൊണ്ടുവന്നിട്ടതാണെന്നും സഹോദരങ്ങൾ സംശയിക്കുന്നു. എൻ്റെ സഹോദരനെ കഴിഞ്ഞ 20-ാം തീയതി വൈകുന്നേരം മരിച്ച നിലയിൽ കണ്ടുപിടി. അത് ദുരൂഹമായിട്ടാണ് കണ്ടുപോയ. അടുത്ത് ആശുപത്രി കൊണ്ടുപോയി എത്തിച്ചപ്പം ആൾ മരിച്ചിരുന്നു. അപ്പം അതിനകത്ത് മുറിവുകളും ചതവുകളും ഉണ്ട്, കൈ ഒടിഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജനേന്ദ്രിയത്തിന് ക്ഷതവും ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് SP ഓഫീസിൽ കളക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥയൊന്ന് കണ്ടുപിടിക്കണമെന്ന്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മുള്ളൊന്നും പോയിട്ടുമില്ല. ആ കമ്പയിൽ തന്നെ മുള്ളുണ്ട്. അതുപോലെ പിടുത്തം നടന്നതായിട്ടോ യാതൊരു അടയാളങ്ങളും അവിടെ ഇല്ല. അപ്പോൾ ഒരു തുള്ളി ബ്ലഡ് പോലും ആ കിടന്ന സ്ഥലത്തില്ല. അതാണ് ഞങ്ങൾക്ക് സംശയമുള്ളത്. ആരോ എന്തോ അപായപ്പെടുത്തി കൊണ്ടുവന്ന്. എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയും ചേട്ടൻ്റെ വൈഫും കൂടി പിന്നെ അയൽവക്കത്ത് 2 ചേട്ടന്മാരും കൂടിയാണ് ആശുപത്രി കൊണ്ട് എത്തിക്കുന്നത്. കൊലപാതകം എന്നുള്ള സംശയം നമുക്ക് ഉണ്ട്. അതിൻ്റെ ദുരൂഹത ഒന്ന് കണ്ടുപിടിക്കണം എന്നുള്ളത്. വെള്ളത്തൂർ സ്റ്റേഷനിൽ തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ് വൈകിട്ട് 5 മുൻപ് കൊടുത്ത് കൊക്കോയുടെ പൈസ വാങ്ങാനായി കടയിൽ പോയതെന്നും രാത്രി 7:15 പച്ചക്കപ്പ വാങ്ങണോ എന്ന് ഭാര്യയോട് വിളിച്ചു ചോദിച്ചെന്നും പറയുന്നു. 7:45 ശേഷം ഫോൺ വിളിച്ചപ്പോൾ മുതൽ കിട്ടിയില്ലെന്നുമാണ് ഭാര്യ പറഞ്ഞത്. എബ്രാഹത്തിന്റെ മരണത്തിന്റെ ദുരൂഹത ഒഴിവാക്കാൻ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇടുക്കി പോലീസ് മേധാവിക്കും ജില്ലാ കളക്ടർക്കും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. തങ്ങൾക്ക് മറ്റാരെയും സംശയമില്ലെന്നും മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകണമെന്നുമാണ് സഹോദരങ്ങളുടെ ആവശ്യം. ഇടുക്കി ലൈവ് ന്യൂസ്, അടിമാലി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു.